ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അങ്ങ് നോർത്തിലാണ്, നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതെല്ലാം തന്നെ നമ്മളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. ബോംബ് എറിഞ്ഞോ മിസൈൽ വിട്ടോ മാത്രമല്ല ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ പറ്റുന്നത്, സൈബർ അറ്റാക്കിലൂടെ ഇത് സാധിക്കും. ഗവൺമെന്റ് അതോറിറ്റീസിനെയും സിവിലിയൻസിനെയും ഒരുപോലെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും. അതായത് നമ്മളെപ്പോലുള്ള കോമൺ പീപ്പിളിന്റെ ഡേറ്റ ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലെ പ്രൈവസി ലോസിന്റെ ഒരു പാനിക് ഉണ്ടാക്കാനും, അതേപോലെ ഗവൺമെന്റിന്റെ എമർജൻസി അലേർട്സ് ഒന്നും കൃത്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിക്കാതിരിക്കാനും, പിന്നീട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊള്ളയടിച്ചിട്ട് നമ്മുടെ നാടിനെ എക്കണോമിക് ക്രൈസിസിലേക്ക് കൊണ്ടെത്തിക്കാനും ഒക്കെ തന്നെ ഇവന്മാരെ ഈ ഒരു സൈബർ അറ്റാക്കിലൂടെ ശ്രമിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ ഏതെങ്കിലും അനാവശ്യമായിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലോ ടെലിഗ്രാം ഗ്രൂപ്പുകളിലോ ജോയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലെഫ്റ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലൂടെ മാൽവെയർ ലിങ്കുകളൊക്കെ തന്നെ വരാനും അത് ഉറപ്പായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാനും ഒക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഹാക്ക് ആയില്ലെങ്കിൽ തന്നെ ഇപ്പോഴുള്ള ഹൈലി ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നമ്മുടെ ഗവൺമെന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഇമ്മോറൽ കമ്മ്യൂണിറ്റീസിലോ ഗ്രൂപ്പിലോ നിങ്ങൾ ജോയിൻ ആയിട്ട് നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 8ന്റെ പണി കിട്ടും. രണ്ടാമതായി നിങ്ങൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഓപ്ഷനിലേക്ക് പോയാൽ ടെസ്റ്റ് അലേർട്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഫീച്ചർ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തിട്ട് സേഫ്റ്റി ആൻഡ് എമർജൻസി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വയർലെസ് എമർജൻസി അലേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് അലേർട്സ് അവിടെ നമുക്ക് ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഈ ഫീച്ചർ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ഓൺ ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗവൺമെന്റിൽ നിന്നുള്ള എമർജൻസി അലേർട്സ് ഒക്കെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് വരുന്നതാണ്. മൂന്നാമതായിട്ട് വാട്സ്ആപ്പ് സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ഓപ്ഷൻസ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു 3 ഓപ്ഷൻസ് നിങ്ങൾ ടേൺ ഓൺ ചെയ്ത് വെക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കുക. പണി ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും വരാം.